എം.വി. ഗോവിന്ദന്റെ പ്രതികരണം അല്പം മുമ്പ് വന്നത്. നേരത്തെ അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിലെ അതേ ഒരു പോളിസി അല്ലെങ്കിൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് മഴവിൽ സഖ്യം, ആ സഖ്യത്തിന്റെ കൂട്ടുചേർന്നുള്ള വിജയം. അവിടെ പറഞ്ഞത് 28,000 കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന് അത്രയും എത്തിയിട്ടില്ല, 27 സംതിങ് മാത്രമാണ്. അപ്പോൾ ഈ ജമാഅത്ത് ഈ വിജയത്തിൽ ഒരു കളക്റ്റീവ് എഫർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്തുണ നൽകി, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രഖ്യാപിതമായിട്ടുള്ള നിങ്ങളുടെ ഘടകകക്ഷികളുടെ എഫർട്ട്, ഒപ്പം ഈ പിന്തുണ നൽകിയതിൽ ജമാഅത്തെ ഇസ്ലാമി പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രയത്നം ഈ ഫലത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ നിലപാട്? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നെ ബി ജെ പിയുടെ സ്നേഹിതൻ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് 2 ഊഴത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഒരു ചരിത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ 1975 അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതിന് ശേഷം 77-ലാണ് ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയത്. അതുവരെ അവർ വോട്ട് ചെയ്യാറില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 77 ആദ്യമായിട്ട് അവർ വോട്ട് ചെയ്യുന്നത് ഈ ജനസംഘവും സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളൊക്കെ ലയിച്ചു ചേർന്ന ജനതാ പാർട്ടി CPM സഖ്യത്തിനാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കന്നി വോട്ട് വാങ്ങിയ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നവർ തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തീവ്രവാദികളാണെങ്കിൽ നിങ്ങൾ എല്ലാ ഭരണവും അന്വേഷണ ഏജൻസികളെ കൊണ്ടല്ലോ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ നടപടികളെടുക്കണം. അല്ലാതെ ചാനലിൽ വന്നിരുന്ന നിരുത്തരവാദപരമായിട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ തീവ്രവാദി എന്നൊക്കെ വിളിച്ച് നടക്കുന്നത് എത്രമാത്രം ഉത്തരവാദിത്തമില്ലായ്മയാണ്, എത്രമാത്രം ഒരു പിന്നെ കാപട്യമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഏതായാലും എല്ലാ ആളുകളുടെയും പിന്തുണ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ, UDFിൻ്റെ, ലീഗിൻ്റെയൊക്കെ വലിയ പ്രവർത്തനം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ പിന്നിൽ വലിയ ചാലകശക്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഞാൻ ഈ പറഞ്ഞ 77 തൊട്ട് ഈ പറഞ്ഞ 2025 വരെയുള്ള കാലത്ത് രാഷ്ട്രീയത്തിൽ പല വിനിമയങ്ങളും നടത്തിയിട്ടുണ്ട്. ആ കാലത്തൊന്നും ഇല്ലാത്ത പുകിലും ചർച്ചയും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഇപ്പോഴുണ്ടാകുന്നത് CPM വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളീ പറഞ്ഞ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണല്ലോ ഈ RSSുമായിട്ടുള്ള പൂർവ്വകാല ബന്ധത്തെയൊക്കെ പറ്റി മധുരോദാരമായിട്ട് തെരഞ്ഞെടുപ്പിലെ തലേന്ന് ഓർത്തത്. അതിനെ പിണറായി വിജയനൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വർഗീയ ശക്തികളുടെ വോട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ ദിവസം ഇന്ന് വിജയം വരുമ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് എം സ്വരാജ്. അല്ല, എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് പറയുകയല്ലാതെ മറ്റൊരു വഴി ഇന്ന് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ ഒഴിവാക്കി വിടുന്നു. കാരണം അദ്ദേഹം താല്പര്യമില്ലാതെ CPM പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിച്ച് വീണ്ടും അദ്ദേഹം എവിടെയാണോ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുമായിട്ടാണ്. ശ്രീ നൗഷാദ് അലി, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തോറ്റതിനു ശേഷമല്ല ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിച്ചതെന്നാണ് സ്വരാജ് പറയുന്നത്. വിലയിരുത്തലുകളോടൊന്നും ഒരു താല്പര്യവും ഇല്ലാതെന്ന് കൂടി സ്വരാജ് സൂചിപ്പിച്ചു. അല്ല ഒരു തർക്കമില്ല. സ്വരാജ് മോശക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റുകൊണ്ട് ആരെങ്കിലും മോശക്കാരാവോ? അദ്ദേഹത്തിന് ഞാൻ എല്ലാ പിന്നെ ശോഭനമായ ഭാവിയും മംഗളങ്ങളും ആശംസിക്കുന്നു. നമുക്കെന്താ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായ എതിർപ്പ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക എന്നുള്ളത് സ്ഥാനാർത്ഥിയുടെ കുഴപ്പമോ കുറ്റമോ അല്ല പൂർണ്ണമായിട്ട്. അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് നിലവിലെ കാലഘട്ടത്തിലുണ്ടായ മൂല്യച്യുതിയോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അൺപോപ്പുലാരിറ്റി വിവരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രതികരണം വരുമ്പോൾ